ത്രിതല പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും തെക്കൻ കേരളത്തിലും കണ്ടത് നാടകീയത. അവസാനം അട്ടിമറികളും കാലുവാരലുകളും ഒക്കെ അരങ്ങേറി. SDP പിന്തുണയും പിന്നാലെയുള്ള രാജികളും ഒക്കെ വാർത്തയായിരുന്നു. എന്താണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നടന്ന പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ സംഭവങ്ങൾ? അതിൻ്റെ അനുരണനങ്ങൾ കൂടി നമുക്ക് വിശദമായി നോക്കാം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പറയൂ അലക്സ് റാം. ഗുഡ് ഈവനിങ്. ഈ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്ത് പലയിടത്തും കണ്ടത് ഈ ട്വിസ്റ്റുകൾ, ഒപ്പം അപ്രതീക്ഷിത നാടകീയത, കാലുവാരൽ ഒക്കെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിലെ കാര്യമാണ്. നാവായിക്കുളം പഞ്ചായത്തിൽ UDF അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരട്ടി ഭൂരിപക്ഷം UDF ഉണ്ടായിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നിട്ടും പരാജയപ്പെട്ടത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. 24 സീറ്റ് നാവായിക്കുളം പഞ്ചായത്തിലുണ്ട്. അതിൽ UDFന് 12, LDFനും BJPയും 6 വീതം എന്നതായിരുന്നു കക്ഷിനില. കോൺഗ്രസ് അംഗമായി ജയിച്ച ആസിഫ് കടയിൽ LDF പിന്തുണയിൽ പ്രസിഡന്റ് ആകുന്ന കാഴ്ചയാണ് നാവായിക്കുളത്ത് കണ്ടത്. LDFിലെ 6 അംഗങ്ങളും UDFിലെ 4 പേരും ആസിഫിനെ പിന്തുണച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഇതേ സ്ഥിതി തുടരുകയായിരുന്നു. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ UDF വിജയിച്ചു. KPCC നിർദ്ദേശത്തെ തുടർന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത S ഗീത രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും SDPI പിന്തുണയുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റും പിന്നീട് രാജിവെക്കുകയായിരുന്നു ചെയ്തത്. പള്ളിക്കൽ പഞ്ചായത്തിൽ LDF വിമതനായ M സദീവനെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചു. മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ LDF വിമതയായ കുഞ്ഞുമോളെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. മംഗലപുരം പഞ്ചായത്തിലാകട്ടെ UDF വിമതനായ ശ്രീചന്ദ് എസിനെ പ്രസിഡന്റാക്കി LDF ഭരണം പിടിച്ചു. പലയിടങ്ങളിലും സ്വതന്ത്രന്മാരെ ഒപ്പം കൂട്ടി UDF നേട്ടമുണ്ടാക്കി. വെമ്പായം പഞ്ചായത്തിലാകട്ടെ UDFിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ LDF ഭരണം പിടിക്കുകയായിരുന്നു. കൊല്ലത്തേക്ക് വന്നാലും സാഹചര്യം മറ്റൊന്നായിരുന്നില്ല. മുഖത്തല, ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ UDFന് വിജയമുണ്ടായി. BJPക്ക് മേൽക്കൈയുണ്ടായിരുന്ന ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ UDF പിന്തുണയോടെ സ്വതന്ത്രൻ പ്രസിഡന്റായി വിജയിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ BJPക്ക് ലഭിക്കുകയും ചെയ്തു. UDFന് ഭൂരിപക്ഷമുള്ള അലേമൺ ഗ്രാമപഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായി. പട്ടികജാതി സംവരണമായിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFിൽ മത്സരിക്കാൻ ആളുണ്ടാകാത്ത സാഹചര്യത്തിനെ തുടർന്നാണ് അങ്ങനെ ഉണ്ടായത്. അങ്ങനെ CPMലെ S ആനന്ദിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തഴവ ഗ്രാമപഞ്ചായത്തിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായി. ഭാഗ്യം ഒന്ന് മാത്രം തുളച്ചതോടെ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിക്കുകയായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചുമതല ഏൽക്കുന്നത് കാണാൻ മന്ത്രി GR അനിൽ എത്തിയത് വേറിട്ട കാഴ്ചയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഡോക്ടർ ആർ ലതാദേവിയാണ് ഇന്ന് ചുമതല ഏൽക്കുന്നത് കാണാൻ മന്ത്രി GR അനിൽ എത്തിയത്. കൊല്ലം മേലില ഗ്രാമപഞ്ചായത്തിൽ UDFിലെ T അജിത് കുമാർ പ്രസിഡന്റായി. പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ വള്ളിക്കോട് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി UDFന് വോട്ട് ചെയ്തു. സീതത്തോട്ടിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് LDFനാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എല്ലാം അറിയാതെ സംഭവിച്ചതാണെന്ന് ഇവർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. കോട്ടങ്ങളിൽ SDPI പിന്തുണയോടെ UDF സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും KPCC നിർദ്ദേശത്തെ തുടർന്ന് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. നിരണത്ത് സ്വതന്ത്ര പിന്തുണച്ചതോടെ UDFിന്റെ ജോളി ഈപ്പൻ പ്രസിഡന്റായി. കോന്നിയിൽ നറുക്കെടുപ്പിലൂടെ UDFിന്റെ റോബിൻ പീറ്റർ പ്രസിഡന്റായി. നാരങ്ങാനം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ BJPയുടെ പ്രസാദ് പ്രസിഡന്റായപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പിടിക്കുന്ന സാഹചര്യമുണ്ടായി. കവിയൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തി. ഇത്തരത്തിൽ തെക്കൻ കേരളത്തിലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം നാടകീയതയും ട്വിസ്റ്റുകളുമാണ് നിറഞ്ഞു നിന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.